കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. സുഭാഷിന്റെ സഹോദരന്മാരുടെ വീട് അന്ന് പതിവിലധികം ഉണർവിലായിരുന്നു. അലങ്കാരപ്പണികളും ബഹളങ്ങളും കണ്ട് മുറ്റത്തേക്ക് കടന്നു വന്ന അച്ഛൻ ഭാസ്കരൻ ഒന്ന് പകച്ചുപോയി. സാധാരണ കാണാത്ത ഈ ഒരുക്കങ്ങൾ കണ്ടപ്പോൾ അയാളുടെ മനസ്സ് പല വഴിക്ക് സഞ്ചരിച്ചു. ഇതെന്താ ഇവിടെ നടക്കുന്നത്? വല്ല അടിയന്തരവുമാണോ? അതോ എന്നെ തന്നെ കൊന്നങ്ങ് കുഴിച്ചു മൂടാനുള്ള വല്ല പ്ലാനുമുണ്ടോ ഇവന്മാർക്ക്? അങ്ങനെയുള്ള സംശയം അയാൾ മക്കളോട് ഉന്നയിച്ചു. അച്ഛന്റെ ചോദ്യം കേട്ട് ഹരീഷ് പരിഹാസ രൂപേണ മറുപടി പറഞ്ഞു. ചാവുന്നവരല്ലേ അച്ഛാ കൊല്ലാൻ പറ്റൂ, ഇങ്ങേരെന്ത് ചെയ്താലും ചാവില്ലല്ലോ. ആ മറുപടിയിലെ കുസൃതി ഭാസ്കരനെ അത്ര പിടിച്ചില്ല. ഒരു നല്ല കാര്യം നടക്കുമ്പോൾ അതിന് തടസ്സം നിൽക്കരുത് എന്ന് സുഭാഷ് പറഞ്ഞപ്പോൾ ഈ വീട്ടിലോ നല്ല കാര്യമോ എന്നായി ഭാസ്കരന്റെ അടുത്ത ചോദ്യം. ഭാസ്കരന്റെ ഈ സ്വഭാവം കണ്ട് ഹരീഷിന്റെ സുഹൃത്തുക്കൾക്ക് ചിരി അടക്കാനായില്ല. ഇതുപോലൊരച്ഛൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ പഞ്ചായത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വന്നേനെ എന്ന് അവരടക്കം പറഞ്ഞു. തുടർന്ന് ഒരാഴ്ചത്തേക്കെങ്കിലും ഇങ്ങേരെ ഒന്ന് ഒഴിവാക്കാൻ പറ്റുമോ ഏട്ടാ? ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ഇങ്ങേര് എല്ലാം കുളമാക്കും എന്ന് ഹരീഷ് സുഭാഷിനോട് ചോദിച്ചു. എന്നാൽ സുഭാഷ് അവരെ ശാസിച്ചു. ഒടുവിൽ സുഭാഷ് ആ സത്യം അച്ഛനോട് വെളിപ്പെടുത്തി. അച്ഛാ, ഒരു നല്ല കാര്യം തന്നെയാണ് നടക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലേക്ക് ഒരു പെൺകുട്ടി വരാൻ പോകുന്നു. ഇത് കേട്ട് ഭാസ്കരൻ വിശ്വസിക്കാൻ തയ്യാറായില്ല. ഈ പടുകുഴിയിലേക്ക് എടുത്തു ചാടാൻ ഏത് പെണ്ണാടാ തയ്യാറായത്? നിങ്ങൾ മൂത്തവർ തലവെട്ടുന്നത് പോലെ ഇളയവന്റെ തല വെട്ടിക്കരുത് എന്ന് അയാൾ ഉപദേശിച്ചു. കൂടാതെ തന്റെ മക്കളിൽ ഒരാളെങ്കിലും വിവാഹം കഴിച്ചാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് താനായിരിക്കുമെന്നും എങ്കിൽ വല്ലപ്പോഴും വായ്ക്ക് രുചിയുള്ള എന്തെങ്കിലും ഭക്ഷണം കിട്ടുമല്ലോ എന്നും അയാൾ പരിഹസിച്ചു. വിവാഹം കഴിക്കാൻ പോകുന്നത് താനല്ല, മറിച്ച് സുധീഷ് ആണെന്ന് സുഭാഷ് വ്യക്തമാക്കിയപ്പോൾ ഭാസ്കരനാകെ ഞെട്ടിപ്പോയി. അവനോ? അതെങ്ങനെയെന്ന ചോദ്യത്തിന് മറുപടി നൽകാതെ ജോലി തിരക്കുകളുണ്ടെന്നൊക്കെ പറഞ്ഞ് മക്കൾ ഒഴിഞ്ഞുമാറി. സുഭാഷും ഹരീഷും നികേഷും ചേർന്ന് കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചു. ഒടുവിൽ സുഭാഷ് അച്ഛനോട് അല്പം ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. അവനെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ അവൻ അങ്ങ് വിവാഹം കഴിച്ചു. അവർ ഇപ്പോൾ ഇങ്ങെത്തും. എന്നാ ഭാസ്കരൻ അത് പുച്ഛിച്ചു തള്ളി. അവനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണോ? നീ ചുമ്മാ തമാശ പറയല്ലേ എന്ന് പറഞ്ഞ് അയാൾ ചിരിച്ചു. എന്നാൽ ഹരീഷ് കർശനമായി അച്ഛനെ താക്കീത് ചെയ്തു. സുധീഷേട്ടന്റെ ഭാര്യയായി ഏട്ടത്തിയമ്മ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തും. വെറുതെ ഇവിടെ സീനുണ്ടാക്കരുത്. വന്നവരുടെ മുന്നിൽ വെച്ച് മാനം കളയരുത്. ഇത് കേട്ട് സിഗരറ്റ് കത്തിച്ചുകൊണ്ട് തന്നെ ഭാസ്കരൻ വീണ്ടും ചോദിച്ചു. ശരിക്കും അവന്റെ കല്യാണം കഴിഞ്ഞോടാ? അതെ അച്ഛാ, ഇപ്പോ എത്തും അവര്, സുഭാഷ് ഉറപ്പിച്ചു പറഞ്ഞു. പെണ്ണ് എവിടുന്ന എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ നിൽക്കാതെ മക്കൾ പണിത്തിരക്കിലേക്ക് നീങ്ങി. പോകുന്നതിനു മുൻപ് സുഭാഷ് അച്ഛന്റെ അരികിലേക്ക് എത്തി. കൈ കൂപ്പിക്കൊണ്ട് അപേക്ഷിച്ചു. ആ കുട്ടി വരുമ്പോൾ അച്ഛൻ അല്പമെങ്കിലും മര്യാദയോടെ പെരുമാറണം, അത്രയെങ്കിലും കരുണ കാണിക്കണം. എന്നാൽ ഭാസ്കരൻ ഇതൊന്നും മുഖവിലക്കെടുത്തില്ല. ഈ വീടിനെക്കുറിച്ച് അറിയാവുന്ന ആരും ഇങ്ങോട്ടേക്ക് പെണ്ണ് തരില്ല. ഇത് ഏതോ പെണ്ണിനെ പറ്റിച്ചു കൊണ്ടുവന്നതായിരിക്കും എന്ന് പിറുപിറുത്തുകൊണ്ട് തന്നെ പോക്കറ്റിൽ നിന്നും പണമെടുത്ത് എണ്ണി നോക്കി. ഏതായാലും ഇതൊന്ന് ആഘോഷിക്കണമെന്നും പറഞ്ഞ് പാട്ടും പാടി അയാൾ സൈക്കിളുമായി പുറത്തേക്ക് പോയി. അതേസമയം നിധിയുടെ വീട്ടിൽ ആകാംക്ഷയുടെയും ഭയത്തിന്റെയും നിമിഷങ്ങളായിരുന്നു. കാറ് വന്നു നിന്നപ്പോൾ അതിൽ നിന്നും ഇറങ്ങിയത് നിധിയല്ല, മറിച്ച് സൂര്യയും രാജീവും ആയിരുന്നു. നിധിയെ കാണാതെ പരക്കം പാഞ്ഞ ഹേമ രാജീവിനോട് ചോദിച്ചു. എവിടെ രാജീവേട്ടാ നിധി? അവൾ അരുണിന്റെ കാറിലാണോ? രാജീവ് മറുപടിയില്ലാതെ മരവിച്ച് നിന്നു. ഹേമയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി സൂര്യയുടെ ക്രൂരമായ വാക്കുകളാണ് വന്നത്. അവൾ വരില്ല ആന്റി, അവൾക്ക് എന്നെ വേണ്ട, ആ ഡ്രൈവറുടെ കൂടെ ജീവിച്ചാൽ മതിയെന്ന്. ഇത് കേട്ട് കൂടെ നിന്നവർ ആകെ ഞെട്ടിപ്പോയി. സാന്ദ്രയുടെ അച്ഛൻ ചോദിച്ചു. നിങ്ങൾ അവളെ കണ്ടില്ലേ, സംസാരിച്ചില്ലേ? സൂര്യ തുടർന്നു. കണ്ടു, കണ്ടുപിടിച്ച് കൊണ്ടുവരാൻ നോക്കിയപ്പോഴും അവൾ ഡ്രൈവറുടെ കൈപിടിച്ച് ഓടിക്കയറിയത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. അച്ഛൻ അവളെ കൊല്ലാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അവൾ പരാതി കൊടുത്തു. പട്ടിയെ പോലെ അപേക്ഷിച്ചിട്ടും ആ ഡ്രൈവറെ മതിയെന്ന് പറഞ്ഞ് അവൾ അവന്റെ ഒപ്പം ഒട്ടിപ്പിടിച്ചു നിന്നു. നാണം കെട്ട് എന്റെ തൊലി അങ്ങ് ഉരിഞ്ഞുപോയി. സൂര്യയുടെ വാക്കുകൾ ഹേമന്തിന്റെ നെഞ്ചിൽ തറച്ചു. അവൻ പൊട്ടിക്കരഞ്ഞു. ഇതിനിടയിൽ രാജീവ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് സൂര്യ വീണ്ടും പ്രകോപിതനായി. ഞങ്ങളുടെ മുന്നിൽ വെച്ചാണ് അവൻ അവളെ താലി കെട്ടിയത്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് രജിസ്ട്രാറെ വിളിച്ചു വരുത്തി അവർ വിവാഹം രജിസ്റ്റർ ചെയ്തു. ഇല്ല, എന്റെ മകൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ഹേമ കരഞ്ഞു വിളിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ സൂര്യ തന്റെ ഫോണിലെ ഫോട്ടോ എടുത്ത് കാണിച്ചു. നിധിയും സുധീഷും വിവാഹവേഷത്തിൽ നിൽക്കുന്ന ചിത്രം. ഇതാ കണ്ടോ, പോലീസ് സ്റ്റേഷനിൽ നിന്നും അയച്ചു തന്നതാണ്. ആ ചിത്രം കണ്ടതോടെ ഹേമയുടെ പ്രതീക്ഷകൾ അസ്തമിച്ചു. അവൾ തളർന്നുപോയി. രാജീവ് ആ സമയം ഒരു ഭാവഭേദമില്ലാതെ അവിടെ തന്നെ നിന്നു മാറി. അപ്പുറത്ത് വെച്ചിരുന്ന ഒരു ബക്കറ്റിലെ വെള്ളമെടുത്ത് തലയിലൂടെ ഒഴിച്ചു. ആ കാഴ്ച കണ്ട് ഹേമ നെഞ്ചത്തടിച്ചു കരഞ്ഞു. രാജീവ് മൗനമായി വീടിനരികിലേക്ക് നടന്നു. കാറിൽ സുധീഷും നിധിയും യാത്ര ചെയ്യുകയായിരുന്നു. നിധിയുടെ മുഖത്ത് ഭയവും ആശങ്കയും നിഴലിച്ചു. ഇരുട്ട് വീഴും മുൻപേ വീട്ടിലെത്താം, സുധീഷ് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് ആലോചിക്കാൻ തന്നെ പേടിയാവുന്നു, നിധി പറഞ്ഞു. താൻ കൂളായിരിക്കെ, എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് സുധീഷ് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ സുധീഷിന്റെ ഉള്ളിലും വലിയൊരു സംഘർഷം നടക്കുന്നുണ്ടായിരുന്നു. ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഓരോന്ന് കള്ളം പറഞ്ഞു കൂട്ടി. ഇതിപ്പോ തുലയുമല്ലോ എന്ന് അവൻ സ്വയം പിറുപിറുത്തു. ഇത് കേട്ട നിധി എന്താണെന്ന് ചോദിച്ചപ്പോൾ റോഡിലെ കുഴിയെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് അവൻ കള്ളം പറഞ്ഞു.
പിന്നീട് സുധീഷ് ഒരു തത്വശാസ്ത്രം പോലെ സംസാരിച്ചു. നമുക്ക് ചിലപ്പോൾ ഒരു കാര്യത്തോട് ഇഷ്ടം തോന്നും. അത് നേടാൻ നമ്മൾ പലതും പറഞ്ഞുകൂട്ടും. പക്ഷേ വിധിയുണ്ടെങ്കിൽ മാത്രമേ അത് നടക്കൂ. നമ്മൾ പറഞ്ഞുവിട്ട കള്ളങ്ങൾ ബൂമറാങ് പോലെ തിരിച്ചു വരും. നിധിക്ക് അതൊന്നും തന്നെ മനസ്സിലായില്ല എങ്കിലും സുധീഷിന്റെ വാക്കുകൾ അവൾക്ക് ആശ്വാസം തോന്നി. അച്ഛനിപ്പോൾ വീട്ടിലെത്തി കാണുമല്ലേ? നിധിയുടെ ചോദ്യത്തിൽ സങ്കടമുണ്ടായിരുന്നു. നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തത് അവരെ പേടിച്ചിട്ടാണല്ലോ, സുധീഷ് പറഞ്ഞു. പാവം അച്ഛൻ എന്നെങ്കിലും എന്നെ മനസ്സിലാക്കി തിരിച്ചു വിളിക്കുമായിരിക്കുമല്ലേ? നിധിയുടെ പ്രതീക്ഷയോടെയുള്ള ചോദ്യത്തിന് ഉറപ്പായിട്ടും വിളിക്കുമെന്ന് സുധീഷ് മറുപടി നൽകി. ഇയാൾ എന്തിനാണ് എനിക്ക് വേണ്ടി ഇത്രയും വലിയ റിസ്ക് എടുത്തത് എന്ന് നിധി ചോദിച്ചപ്പോൾ, നമുക്ക് ഇഷ്ടമുള്ള കാര്യം നടന്നില്ല എങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇഷ്ടമില്ലാത്ത കാര്യം സംഭവിക്കാൻ അനുവദിക്കരുത്. നിധിക്ക് ആ വിവാഹം ഇഷ്ടമില്ലായിരുന്നല്ലോ, അത് നടക്കരുത് എന്ന് ഞാനും ആഗ്രഹിച്ചു, സുധീഷ് പുഞ്ചിരിയോടെ പറഞ്ഞു. ആ മറുപടിയിൽ നിധിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. നിധിയുടെ വീട്ടിലെ അന്തരീക്ഷം വളരെ ശോകമായിരുന്നു. രാജീവന്റെ കൊച്ചുമോൾ വന്നിട്ട് നിധി ആന്റി എവിടെ അച്ചച്ച എന്ന് ചോദിച്ചപ്പോൾ നിർവികാരമായി രാജീവ് പറഞ്ഞു, മരിച്ചുപോയി മോളെ. ഇത് കേട്ട് സാന്ദ്ര കുട്ടിയെ മാറ്റിക്കൊണ്ടുപോയി. ഹേമ വീണ്ടും കരഞ്ഞു. അവൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി അവളെ വിട്ടിട്ട് പോരാമോ? ഒന്ന് തലയാട്ടിയെങ്കിലും വരാമായിരുന്നില്ലേ? രാജീവ് പറഞ്ഞു. കരഞ്ഞോളൂ ഹേമ, അവൾ മരിച്ചുപോയെന്ന് കരുതി ഇന്ന് രാത്രി മുഴുവൻ കരഞ്ഞോളൂ. അപ്പോഴേക്കും സൂര്യയുടെ മാതാപിതാക്കളായ പീതാംബരൻ ലക്ഷ്മിയും അങ്ങോട്ടേക്കെത്തി. നടന്നതൊക്കെ സത്യമാണോ എന്നറിയാമെന്ന രാജീവിനെ ചോദ്യം ചെയ്തു. ഞങ്ങളുടെ മകന്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ നോക്കിയതാണോ? ലക്ഷ്മി ചോദിച്ചു. പീതാംബരനും ദേഷ്യത്തിലായിരുന്നു. നിശ്ചയത്തിന് വന്നവരൊക്കെ ഞങ്ങളെ നോക്കി ചിരിക്കില്ലേ? ഞങ്ങളുടെ മാനം പോയില്ലേ? ലക്ഷ്മി നിധിയെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. അവൾക്ക് സംസാരിക്കാൻ മടിയാണെന്ന് കരുതിയത് ഡ്രൈവറെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണല്ലേ? എന്റെ മകൻ ഇന്നേ വരെ വേറൊരു പെണ്ണിനെയും നോക്കിയിട്ടില്ല. ഇങ്ങനെ ഒരു കുടുംബവുമായി ബന്ധം സ്ഥാപിക്കാൻ നോക്കിയ ഞങ്ങളെ പറഞ്ഞാ മതി. സാന്ദ്രയുടെ അമ്മ അവരെ തടയാൻ ശ്രമിച്ചുവെങ്കിലും ലക്ഷ്മി നിർത്തിയില്ല. രാജീവ് എഴുന്നേറ്റ് കൈ കൂപ്പി മാപ്പ് പറഞ്ഞു. തെറ്റെന്റെ ഭാഗത്താണ്. എന്റെ മകളെ നന്നായി വളർത്താൻ എനിക്ക് കഴിഞ്ഞില്ല. നിങ്ങൾക്ക് എന്ത് നഷ്ടം വന്നാലും ഞാൻ സഹിച്ചോളാം. പക്ഷേ പീതാംബരൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. പണം പോയാൽ കിട്ടും, മാനം പോയാലോ? എന്റെ മകനെ ആളുകൾ കളിയാക്കിയില്ലേ? ഞാൻ ഇത് പൊറുക്കില്ല. സൂര്യയെ നോക്കി പീതാംബരൻ ചോദിച്ചു. അവൾ പോയെന്നറിഞ്ഞിട്ടും നീ എന്തിനാടാ പിന്നാലെ പോയത്? രാത്രി തന്നെ എല്ലാവരും അറിയിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയം മാറ്റാമായിരുന്നു. ഇത്രയും നാണക്കേടുണ്ടാവില്ലായിരുന്നു. വാക്കേറ്റം രൂക്ഷമായപ്പോൾ സഹിക്കാനാവാതെ രാജീവ് അവിടെ നിന്നും മാറിപ്പോയി. സുധീഷിന്റെ വീട്ടിൽ ഹരിയും കൂട്ടുകാരും ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. മെയിൻ ബൾബ് ഓഫ് ആക്കിയാലേ ഇതിന്റെ ഭംഗി അറിയൂ എന്ന് പറഞ്ഞ് കൂട്ടുകാര് പറഞ്ഞപ്പോൾ സൂര്യയെ ഉദ്ദേശിച്ചാണ് അത് പറഞ്ഞതെന്ന് ഹരീഷിന് മനസ്സിലായി. പാട്ടുവെച്ച് അവൻ ഡാൻസ് കളിക്കാൻ തുടങ്ങി. നാട്ടുകാരെല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിന്നു. അതേസമയം അരുൺ ഗുണ്ടകളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തുകയായിരുന്നു. ഇന്നത്തോടെ അവന്റെ കഥ കഴിക്കണം എന്ന് ഗുണ്ടകളുടെ തലവൻ പറഞ്ഞു. അവൻ വീട്ടിലേക്ക് തന്നെയായിരിക്കും പോയത്. ഇന്ന് രാത്രി തന്നെ അവനെ അങ്ങ് തീർക്കണം, അരുൺ നിർദ്ദേശിച്ചു. രാജീവ് തന്റെ മുറിയിൽ ഏകാഗനായിരിക്കുകയായിരുന്നു. നിധി സുധീഷിന്റെ കയ്യും പിടിച്ച് ഓടിപ്പോയതും പോലീസ് സ്റ്റേഷനിൽ വെച്ച് താലി കെട്ടിയതും എല്ലാം അയാളുടെ മനസ്സിലൂടെ കടന്നുപോയി. നെഞ്ചു നീറുന്ന വേദനയോടെ അയാൾ ഇരുന്നു. ചായക്കടയിൽ മദ്യപിച്ച് ലെക്കുകെട്ട അവസ്ഥയിലായിരുന്നു ഭാസ്കരൻ. അവിടെ ഇരുന്നപ്പോൾ ചേട്ടൻ ഗംഗാധരനെ കണ്ടപ്പോൾ ഭാസ്കരന്റെ നിയന്ത്രണം വിട്ടു. ഇന്ന് എന്റെ വീട്ടിൽ ലൈറ്റ് ഇട്ടിരിക്കുന്നത് കണ്ടോ എന്ന് നാട്ടുകാരിൽ ഒരാൾ ചോദിച്ചപ്പോൾ ഭാസ്കരൻ ഗംഗാധരനെ കേൾപ്പിക്കാനായി ഉറക്കെ പറഞ്ഞു. ഇവിടെ ചില ആക്രിച്ചവറുകളുണ്ട്. ഭാസ്കരന്റെ വീട്ടിൽ പെണ്ണ് വാഴില്ല, മക്കൾക്ക് പെണ്ണ് കിട്ടില്ല എന്ന് പറഞ്ഞു നടക്കുന്നവർ. ഗംഗാധരൻ എതിർത്തപ്പോൾ ഭാസ്കരൻ വിട്ടില്ല. വഴക്കല്ല, ഇതൊരു അനൗൺസ്മെന്റ് ആണ്. മഹാലക്ഷ്മി പോലെ ഒരു പെണ്ണ് ഭാസ്കരന്റെ വീട്ടിലേക്ക് വരും. എല്ലാവരും കേൾക്കെ തന്നെ ഭാസ്കരൻ അത് പ്രഖ്യാപിച്ചു. ആ വാക്കുകൾ കേട്ട് ഗംഗാധരനും നാട്ടുകാരും എല്ലാവരും അമ്പരന്ന് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ഇനി നാളത്തെ എപ്പിസോഡ് ഞാൻ ഉടനെ തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.